ഹലോ മക്കളെ, നിങ്ങൾ 10th സ്റ്റാൻഡേർഡിലാണോ പഠിക്കുന്നത്? അപ്പോൾ സയൻസ് നിങ്ങളെ സ്കൂളുകളിൽ തന്നെ ഓൾറെഡി കഴിഞ്ഞ വർഷമേ തുടങ്ങിയിട്ടുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ ട്യൂഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ നമ്മുടെ ഈ ലൈറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ കുറിച്ച് പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ലൈറ്റ് യഥാർത്ഥത്തിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നമ്മൾ ഓൾറെഡി നേരത്തെയൊക്കെ കുറേ കാര്യങ്ങൾ ലൈറ്റുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ടുണ്ട്. ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് പിന്നെ ഒരു കോൺകേവ് മിറർ പഠിക്കുന്നുണ്ട്. ഈ കോൺകേവ് മിറർ, പിന്നെ ഒരു കോൺവെക്സ് മിറർ പഠിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് സ്ലാബ് പഠിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസുമാണ് പഠിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു സംഭവമാണ് ഈ ചാപ്റ്ററിനകത്ത് ഉള്ളത്. അപ്പോൾ പലപ്പോഴും നിങ്ങൾ കുട്ടികളിത് കൺഫ്യൂസിങ് ആക്കി മാറ്റുന്നതാണ്. യഥാർത്ഥത്തിൽ വളരെ ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ. ഇപ്പോൾ നമ്മുടെ കോൺകേവ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതാണ് കോൺകേവ് മിറർ എന്ന് പറയുന്നത്. ഈ കോൺകേവ് മിററിൻ്റെ കൂട്ടുകാരനാണ് ഈ കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും കുട്ടികളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്, കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കോൺകേവ് മിററിനും 6 കേസസ് ഉണ്ട്, ഈ കോൺവെക്സ് ലെൻസിനും 6 കേസസ് ഉണ്ട്. എന്തോന്ന് കേസസ് ആണ്? നമ്മൾ ഓബ്ജക്റ്റിനെ ഒരു പർട്ടിക്കുലർ പ്ലേസിൽ വെക്കുമ്പോൾ ഇമേജ് എവിടെ കിട്ടുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ നമ്മുടെ ഈ മിററിൻ്റെ പേര് കോൺവെക്സ് മിറർ എന്നാണ്. ഈ മിററിൻ്റെ കൂട്ടുകാരനാണ് നമ്മുടെ കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത്. കോൺകേവ് ലെൻസ് എന്ന് പറയുന്നത് ഇവർക്ക് 2 പേർക്കും 2 കേസസ് മാത്രമേ ഉള്ളൂ ഇമേജ് ഫോർമേഷനിൽ. 2 കേസസ് മാത്രമേ ഉള്ളൂ ഇമേജ് ഫോർമേഷനിൽ. ഇത് നമ്മുടെ കോൺവെക്സ് മിററാണ്. അതുപോലെ ഇത് നമ്മുടെ കോൺകേവ് ലെൻസാണ്. അതുപോലെ ഇത് കോൺകേവ് മിററാണ്. അതുപോലെ ഇത് കോൺവെക്സ് ലെൻസാണ്. പിന്നെ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് ഗ്ലാസ് സ്ലാബിനെ കുറിച്ചാണ്. ഇങ്ങനെ ഇരിക്കുന്നൊരു ഗ്ലാസ്, സോപ്പിൻ്റെ ഷേപ്പിൽ നമ്മൾ ഗ്ലാസ് ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിൽ കംപ്ലീറ്റ് ഗ്ലാസ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ ഗ്ലാസ് സ്ലാബ് എന്ന് പറയുന്നത്. ഈ ഗ്ലാസ് സ്ലാബിലൂടെയുള്ള ലൈറ്റ് റേസിൻ്റെ റിഫ്രാക്ഷൻ അതും കൂടിയാണ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ ഒരു നോർമൽ നമ്മളിങ്ങനെ വരച്ചാൽ ഈ ലൈറ്റ് റേ എന്ന് പറയുന്നത് ഇങ്ങനെ ബെൻഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു നോർമൽ വരച്ചാൽ ഈ ലൈറ്റ് റേ എന്നത് ഇങ്ങനെ ബെൻഡ് ചെയ്യും. ഇങ്ങനെയുള്ള ഒരു പിക്ചറും കൂടിയാണ്. ആക്ച്വലി ഇവിടെ നടക്കുന്നത് ലൈറ്റ് റേ ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഒരു ഇസഡിൻ്റെ ഷേപ്പിലാണ് ലൈറ്റ് റേ ബെൻഡ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഇത്രയും കൂടെ ചേർന്നതാണ് നമ്മുടെ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ആ ചാപ്റ്റർ വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. പിന്നെ ഈ ചാപ്റ്ററിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് ഇടാവുന്നതാണ് കേട്ടോ.